അക്രമം ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ്. നമ്മളൊക്കെ വളരെ ഉത്കണ്ഠയോടെ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കേരളത്തിൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന്. ലഹരി നമ്മുടെ യുവത്വത്തെ അത്രയേറെ കീഴടക്കിയിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കിട്ടിയ വാർത്ത, വിദ്യാർത്ഥി സംഘർഷത്തിൽ, അതും ട്യൂഷൻ സെൻറ്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടയിലുണ്ടായ സംഘർഷത്തിൽ ഷഹ്ബാസ് എന്ന 10ാം ക്ലാസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു. ഒരു കുട്ടി മരിച്ചു എന്നതിനേക്കാൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് ഈ 9ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കൊലക്കത്തിയുമായി തെരുവിൽ ഇറങ്ങി ഗുണ്ടാവിലാസം നടത്താൻ പ്രാപ്തരായി എന്നുള്ളതാണ്. അടുത്താണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല. അപ്പാൻ്റെ അമ്മ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി, ആ അമ്മയ്ക്ക് പരിക്കേറ്റത് കട്ടിൽ നിന്ന് വീണ് എന്നാണ്. അമ്മമാരുടെ സ്നേഹം അങ്ങനെയാണ്, അൺകണ്ടീഷണൽ ലവ്, അതിരുകളില്ലാത്ത സ്നേഹം. പക്ഷേ ഈ ചില അമ്മമാരുടെ ഇങ്ങനെ അതിരുകളില്ലാത്ത സ്നേഹം മക്കളെ വഴിതെറ്റിക്കാറുണ്ട്. പക്ഷേ ചില മാതാപിതാക്കൾ സത്യസന്ധമായി വന്ന് പറയാറുണ്ട് കേട്ടോ, പേടിച്ചാണ് വീട്ടിൽ ജീവിക്കുന്നത്, ചോദിച്ചത് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചു തകർക്കും, അയൽവക്കംകാരും നാട്ടുകാരും കേൾക്കുമല്ലോ എന്ന് പേടിച്ച് ക്ഷമിച്ച് ഓരോ ദിവസവും തള്ളി നിൽക്കുകയാണെന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ, ഇത് ആൺകുട്ടികൾ മാത്രമാണ് ചെയ്യുന്നുള്ളൂ, പെൺകുട്ടികളൊന്നും ഇല്ല എന്ന്. പെൺകുട്ടികളും ഒപ്പത്തിനൊപ്പമുണ്ട്, പെൺകുട്ടികൾ ഒട്ടും പിന്നോട്ടല്ല. ഇനി അടുത്താണ് അഫാൻ തലക്കടിച്ചു കൊന്ന തൻ്റെ സുഹൃത്ത് ഫർസാന. എല്ലാ പെൺകുട്ടികളും ഈ കാര്യം ഓർത്തിരിക്കണം, മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ്. പല കുട്ടികളും ഈ സ്നേഹബന്ധങ്ങളൊക്കെ ബ്രേക്കപ്പ് ആയതിനു ശേഷം കൗൺസിലിങ്ങിന് വരും. മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ് വരുന്നതും. വരുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, സുഹൃത്ത് അവൻ്റെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് എന്നെ വിളിച്ചു, ഞാൻ പോയി. അതുപോലെ തന്നെ ആൺകുട്ടികളും പറയാറുണ്ട് കേട്ടോ, പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് എന്നെ വിളിച്ചിരുന്നു, ഞാൻ പോയിരുന്നു എന്നൊക്കെ. ഈ ഒരു പ്രേമബന്ധത്തിൽ പെടുമ്പോഴത്തേക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളില്ലാത്ത സമയത്തൊക്കെ വീടുകളിൽ പോകുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വരാവുന്ന ഒരു കാര്യമാണിത്. പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്തിടത്തോളം കാലം ഇതൊക്കെ പുറം ലോകം അറിയുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയുമ്പോഴാണ് മക്കളെ ഇതൊക്കെ സമൂഹം അറിയപ്പെടുന്നത്. അന്നും അനുഭവിക്കാൻ സഹോദരങ്ങളും മാതാപിതാക്കളുമാണ് ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയുക. ഇപ്പം ഫർസാനയുടെ ഗതി വരാതെ നോക്കുക. പിന്നെ അടുത്തത് മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുക. ഒരു 5 വയസ്സല്ലെങ്കിൽ ഒരു 7 വയസ്സിനുള്ളിൽ തന്നെ ഒരു കുട്ടിയെ നമ്മൾ വാർത്തെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു കുട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. മാതാപിതാക്കൾക്ക് ഏകദേശം രൂപമുണ്ടല്ലോ. അതിനപ്പുറമായി പെരുമാറുകയോ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുമായി ഇടപെടുന്ന ആരെങ്കിലും നിന്നൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ അത് നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുക, നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യുക. അതിന് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകണമെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ല മാനസികാരോഗ്യം വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നിങ്ങളുടെ അടുത്ത് കുട്ടിയുടെ കംപ്ലൈൻറ്റുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അവരെ വെല്ലുവിളിക്കാനും അവരുമായിട്ട് വാക്കേറ്റത്തിനും പോകും. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് ആദ്യം നടത്തുക, അതിനുശേഷം കുട്ടികളുടെ പ്രശ്നങ്ങളെ മുളയിലേ നുള്ളുക. വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്.